നമസ്കാരം, TKK ന്യൂസിലേക്ക് സ്വാഗതം. കായികലോകം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ മഹാപോരാട്ടത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. അതെ, ഫുട്ബോളിന്റെ ലോകരാജാക്കന്മാരെ തീരുമാനിക്കുന്ന ആ വിശ്വപോരാട്ടം നാളെ അരങ്ങേറുകയാണ്. ഒരു വശത്തിന് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന, മറുവശത്ത് യൂറോപ്യൻ സുൽത്താൻമാരായ സ്പെയിൻ. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒറ്റ ചോദ്യത്തിലേക്ക്: ആര് കപ്പ് തൂക്കും? നാളെ ചരിത്ര നേട്ടങ്ങളാണ് ഇരു ടീമുകളെയും കാത്തിരിക്കുന്നത്. അർജന്റീനയാണ് നാളെ ഫൈനൽ ജയിക്കുന്നതെങ്കിൽ അത് അവരുടെ ചരിത്രത്തിലെ 4ാമത്തെ ലോകകപ്പ് കിരീടമായിരിക്കും. ലയണൽ മെസ്സിയുടെ ക്യാപ്റ്റൻസിയിൽ ബാക്ക് ടു ബാക്ക് ലോകകപ്പ് എന്ന അപൂർവ നേട്ടത്തിലേക്ക് കണ്ണുവെച്ച് ലൗട്ടാരോ മാർട്ടിനസും ഡീപോളും, ഗോൾ വലയ്ക്ക് മുന്നിലെ ചൈനീസ് മതിൽ എമിലിയാനോ മാർട്ടിനസും നാളെ കളം നിറയും. എന്നാൽ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. യുവരക്തത്തിന്റെ തിളപ്പിലെത്തുന്ന സ്പെയിൻ നാളെ കപ്പടിച്ചാൽ അത് അവരുടെ 2ാമത്തെ ലോകകപ്പ് കിരീടമായി മാറും. മധ്യനിര ഭരിക്കുന്ന റോഡ്രിയും വിങ്ങുകളിൽ തീപ്പൊരി പാറിക്കുന്ന നിക്കോ വില്യംസും പിന്നെ സാക്ഷാൽ ലാമിൻ യമാലും ചേരുമ്പോൾ ഈ സ്പാനിഷ് പട ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ കെൽപ്പുള്ളവരാണ്. വേൾഡ് കപ്പ് ഫൈനൽ പ്രമാണിച്ച് നാളെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഫുട്ബോൾ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലബാറിലെ ആവേശക്കടലായ കൂട്ടുകാർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നാളെ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കാരണം മറ്റൊന്നുമല്ല, ലോകം കാത്തിരിക്കുന്ന ആ വേൾഡ് കപ്പ് ഫൈനൽ നാളെയാണ്. ഇന്ത്യൻ സമയം രാത്രി 12:30 ഈ മഹാപോരാട്ടം നടക്കുന്നത്. കളി കണ്ടു തീരാൻ പുലർച്ചെയാകും എന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒട്ടും ചോർച്ചയില്ലാതെ കളി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ലീവ്. അപ്പോൾ നാളെ ക്ലാസ്സുകളില്ല, ഫുട്ബോൾ ആവേശം മാത്രം. ലെറ്റ്സ് എൻജോയ് ദ ഗെയിം.